നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാളും വുളൂ ചെയ്യുകയും അത് കയറ്റി പൂർണ്ണമായി കഴുകുകയും ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലുകയും ചെയ്താൽ അവന് വേണ്ടി സ്വർഗത്തിൻ്റെ 8 വാതിലുകളും തുറക്കപ്പെടാതിരിക്കില്ല. ഇഷ്ടമുള്ളതിലൂടെ അവനതിൽ പ്രവേശിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നാം ദിനേന പലതവണ നിർവഹിക്കുന്ന കാര്യമാണ് വുദു എന്നുള്ളത്. നിർബന്ധമായിട്ടും ഓരോ ദിവസത്തിലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 5 തവണയെങ്കിലും അവൻ വുദു ചെയ്യാതെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാറില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഈ വുദു കൃത്യമായി ചെയ്യാൻ നാം ശ്രദ്ധിക്കാറുണ്ടോ? അതുപോലെ വെറും നിമിഷങ്ങൾ മാത്രം ആവശ്യമുള്ള വുദു എന്ന കർമ്മത്തിന് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് നാം ആലോചിക്കാറുണ്ടോ? വുദുവിന് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ മനസ്സിലാക്കിയാൽ നാം പിന്നീട് ഒരിക്കലും അശ്രദ്ധമായി അത് ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ പരിപൂർണമായി വുദു ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അനവധിയാണ്. അതിലേക്ക് വെളിച്ചം വീശുന്ന ഹദീസാണ് ഈ മേൽ ഓതി വെക്കപ്പെട്ടത്. ഇനി വുദുവിൻ്റെ ശ്രേഷ്ഠതകൾ, അതിൻ്റെ മേന്മകൾ പറയുന്നിടത്ത് ഒന്നാമതായി ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ്. വുദുവിന് ശേഷം ചൊല്ലേണ്ട ദിക്ർ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു. ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് ഈ പറയപ്പെട്ടത്. ഇനി അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതത്വഹിരീൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അതായത് ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. നിശ്ചയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനും അടിമയുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവേ, നീ എന്നെ പശ്ചാത്തപിക്കുന്നവരിലും അഴുക്കിൽ നിന്നും പാപത്തിൽ നിന്നും ശുദ്ധി നേടുന്നവരിലും ഉൾപ്പെടുത്തണമേ. അവസാനമായി അള്ളാഹുവേ, നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. നിനക്കാണ് എല്ലാ സ്തുതിയും. ആരാധന, അതായത് പ്രാർത്ഥന, ബലികർമ്മം, നേർച്ച തുടങ്ങിയവെല്ലാം അർഹനായത് റബ്ബെ നീ അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ഈ പ്രാർത്ഥനയുടെ സാരം എന്നുള്ളത്. പാപം പുറത്തു തരുവാൻ നിന്നോട് ഞാൻ തേടുകയും നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. രണ്ടാമതായി ഈമാനിൻ്റെ പകുതിയാണ് വുദു എന്നുള്ളത്. അബൂ മാലിക് അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തുഹൂറു ശത്റുൽ ഈമാൻ. ശുദ്ധി എന്നുള്ളത് വിശ്വാസത്തിൻ്റെ പകുതിയാണ്. ശുദ്ധി ഈമാനിൻ്റെ പകുതിയാകുന്നു എന്ന് ഈ ഹദീസ്. ഇവിടെ ഈമാൻ എന്നാൽ നമസ്കാരവും തഹൂർ എന്നാൽ വുദു എന്നുമാണ് ഉദ്ദേശം. ഖുർആനിൽ 2-ാം അധ്യായം 143-ാമത്തെ വചനത്തിൽ നമസ്കാരത്തെ ഈമാൻ എന്ന് വിശേഷിപ്പിച്ച അതേ അർത്ഥത്തിലാണ് ഇമാം നബവി റഹിമഹുല്ലാ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. സഹീഹ് മുസ്ലിം എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ ഹദീസുകൾക്ക് ബാബ്, അതായത് അധ്യായം നൽകുന്നത് ഇമാം നബവി റഹിമഹുല്ലാ ആണ്. അദ്ദേഹം ഹദീസിനെ കിതാബു ത്വഹാറ, ശുദ്ധിയുടെ അധ്യായത്തിൽ ബാബു ഫദ്ലിൽ വുദു, വുദുവിൻ്റെ ശ്രേഷ്ഠതകളുടെ അധ്യായത്തിലാണ് ഈ ഹദീസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസിന് വുദു നിസ്കാരത്തിൻ്റെ പകുതിയാകുന്നു എന്നാകുന്നു അർത്ഥം ലഭിക്കുക. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ലഭിക്കുവാനുള്ള ഒരു കാരണം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതത്വഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു, അതുപോലെ ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നാലാമതായി സ്വർഗപ്രവേശനം, അത് എളുപ്പമാകുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യതവദ്ദ, ഏതൊരു മുസ്ലിമും വുദു ചെയ്യുകയും ഫയുഹ്സിനു വുദുഅ, എന്നിട്ട് അവൻ്റെ വുദു ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുകയും സുമ്മ യഖൂം
ഫയുസല്ലി റക്അത്തൈനി മുഖ്ബിലുൻ അലൈഹിമാ ബിഖൽബിഹി വവജ്ഹിഹി ഇല്ലാ വജബത്തുൽ ജന്ന. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ വുദൂ ചെയ്യുകയും ശേഷം മുഖവും ഹൃദയവും തിരിച്ചുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവന് സ്വർഗ്ഗം നിർബന്ധമാകാതിരിക്കില്ല. അതായത് അവന് സ്വർഗ്ഗം നിർബന്ധമാകുമെന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. 5-ാമതായി പദവികൾ ഉയർത്തപ്പെടും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹി അൽ ഖതായ. നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കുകയും പദവികൾ ഉയർത്തുകയും ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ? സഹാബികൾ പറഞ്ഞു, അതേ അള്ളാഹുവിൻ്റെ ദൂതരെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്ബാഖുൽ വുദൂഇ അലൽ മക്കാരി. അല്പം എത്ര പ്രയാസമുണ്ടെങ്കിലും വുദൂ പൂർണ്ണമായിക്കൊണ്ടും എടുക്കുക. എത്ര തണുപ്പുള്ള രാത്രിയും എത്ര വേദനാജനകമായ അല്ലെങ്കിൽ പ്രയാസമുള്ള സമയത്തും വുദൂ അത് പതിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ വക്കസറത്തുൽ ഖുത്താ ഇലൽ മസ്ജിദ്, ഒരു നമസ്കാരത്തിന് ശേഷം അതായത് പള്ളിയിലേക്കുള്ള കാലടികൾ അധികരിപ്പിക്കുക എന്നുള്ളത്. 3-ാമത് വൻതിദാറു സ്വലാത്ത് ബഅദ സ്വലാ, ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തിനായി കാത്തിരിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മുടെ പാപങ്ങൾ പുറത്തു തരുവാനും അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമ്മുടെ ദറജകൾ ഉയർത്തുവാനുമുള്ള ഒരു കാരണം കൂടിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 3 കാര്യങ്ങളെ പഠിപ്പിക്കുന്നത്. 6-ാമതായിക്കൊണ്ട് ഹൗദുൽ കൗസർ ലഭിക്കുവാനുള്ള ഭാഗ്യം, അത് ഈ വുദൂവിൻ്റെ കാരണത്താൽ ലഭിക്കുമെന്നാണ്. തൻ്റെ മരണശേഷം പ്രവാചകൻ വിശ്വസിച്ച തൻ്റെ സഹോദരങ്ങളെ നാളെ ഹൗദിൻ്റെ അടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തു നിൽക്കും എന്ന് പറഞ്ഞല്ലോ. അവരെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹും യഅ്തൂന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീന മിനൽ വുദൂഇ, മറ്റൊരു റിവായത്തിൽ മിൻ ആസാരിൽ വുദൂ എന്നു കാണാം. വഅന ഫറതുഹും അൽ ഹൗദ്, അവർ വുദൂവിൻ്റെ കാരണത്താൽ മുഖവും കൈകളും പ്രകാശിക്കുന്ന അവസ്ഥയിലാകും വരിക. ഞാൻ അവരെ ഹൗദിൻ്റെ അടുത്ത് കാത്തു നിൽക്കുമെന്നുള്ളതാണ്. ഇനി 7-ാമതായിക്കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ് ഈ വുദൂവിൻ്റെ മഹത്വത്തിൽ കാണാൻ സാധിക്കുക. വുദൂ പരിപൂർണമായി നിർവഹിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവദ്ദഅ ഹകദ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരം വുദൂ ചെയ്താൽ അവൻ്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നു എന്നുള്ളതാണ്. 8-ാമതായിക്കൊണ്ട് ഒരു വിശ്വാസിയുടെ അടയാളം കൂടിയാണ് വുദൂ എന്നുള്ളത്. ആ ഇസ്ലാമിൻ്റെ ഒരു ഷിയാറിൽപ്പെട്ടതാണ് വുദൂ. സദാസമയം വുദൂ ഉള്ളവൻ ആയിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ അടയാളം കൂടിയാണ്. അതവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്നുള്ളതാണ്. ഒരു വിശ്വാസിക്കല്ലാതെ അത് സാധിക്കുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല യുഹാഫിദു അലൽ വുദൂഇ ഇല്ലാ മുഅ്മിനുൻ, ഒരു വിശ്വാസിയല്ലാതെ വുദൂ നിലനിർത്തുകയില്ല. 9-ാമതായിക്കൊണ്ട് അന്ത്യനാളിലും വിശ്വാസിയുടെ അടയാളം വുദൂ കാരണത്താൽ അത് വെട്ടിത്തിളങ്ങുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉമ്മത്തി യുദഅഊന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീൻ മിൻ ആസാരിൽ വുദൂ ഔ മിൻ അസരിൽ വുദൂ ഫമൻ ഇസ്തതാഅ മിൻകും യുതീല ഗുർറതഹു ഫല്യഫൽ. എൻ്റെ സമുദായം അന്ത്യനാളിൽ വിളിക്കപ്പെടുക അവരുടെ വുദൂഇനാൽ മുഖവും കൈകളും പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും, പിന്നീട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൂട്ടിച്ചേർക്കുകയാണ്, ഫമൻ ഇസ്തതാഅ മിൻകും യുതീല ഗുർറതഹു ഫല്യഫൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരുടെ പ്രകാശിക്കുന്ന ഭാഗങ്ങൾ അധികരിക്കാൻ കഴിയുമെങ്കിൽ അവൻ ചെയ്തു കൊള്ളട്ടെ എന്നുള്ളതാണ്. വുദൂവിൻ്റെ അവയവങ്ങൾ കയറ്റി കഴുകുക എന്നത് ഇവിടുത്തെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരിധിയിൽ കഴുകിയാൽ അത്രയും ഭാഗം പ്രകാശിക്കും എന്നാണ് സാരം. 10-ാമതായിക്കൊണ്ട് ഉറങ്ങും മുമ്പ് വുദൂ ചെയ്യുന്നവർക്ക് ശുദ്ധ പ്രകൃതിയിൽ മരണം സാധ്യമാക്കാം, കരഗതമാക്കാം എന്നുള്ളതാണ്. കൂടുതൽ കയറ്റി എന്ന് മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരിധിയിൽ എന്നാക്കുക. 10-ാമതായി ഇതിന് തെളിവ്, ഇങ്ങനെ വുദൂ ചെയ്താൽ ഇന്ന പ്രതിഫലങ്ങളുണ്ടോ, അതിന് ഉറങ്ങും മുമ്പ് ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ദിക്റുണ്ട്. അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക എന്ന പ്രാർത്ഥനയുടെ പുണ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്രകാരമാണ്, ഫൈൻ മുത്തമിൻ ലൈലത്തിക ഫൻ തൽ ഫിത്ര.
നീ നിൻ്റെ ആ രാത്രിയിൽ നീ മരണപ്പെട്ടാൽ നീ ശുദ്ധ പ്രകൃതിയിൽ ആയിരിക്കും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ ഇദാ അതൈത മദ്ജഅക ഫതവദ്ദ വുദൂഅക ലിസ്സലാ, നീ നിൻ്റെ വിരിപ്പിലേക്ക് വരുന്നെങ്കിൽ നമസ്കാരത്തിന് എന്ന പോലെ നീ വുദൂ ചെയ്യുക. 11 കൊണ്ട് വുദൂഓടെയുള്ള ഉറക്കം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള കാരണം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇനി ഏതൊരു മുസ്ലിമും ശുദ്ധിയുള്ള അവസ്ഥയിൽ ഉറങ്ങുകയും എന്നിട്ട് രാത്രിയിൽ നെട്ടിയുണരുകയും അപ്പോൾ ഇഹലോകത്തെയോ പരലോകത്തെയോ നന്മകൾക്ക് വേണ്ടി ചോദിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനത് തീർച്ചയായും കൊണ്ടും നൽകുന്നതാണ്. 12 കൊണ്ട് വുദൂവിൻ്റെ ശ്രേഷ്ഠതകൾ പഠിപ്പിക്കുന്നിടത്ത് പിശാചിൻ്റെ കെട്ടിൽ നിന്നുള്ള ഒരു മോചനം കൂടിയാണ് വുദൂ ചെയ്യുക എന്നുള്ളത്. ഓരോ ദിവസവും ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ പിശാച് നമ്മുടെ തലയിൽ 3 കെട്ടുകളാണ് ഇടുക. അവ 3 അഴിയാൻ ഉറങ്ങി എഴുന്നേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്ന് വുദൂ ചെയ്യുക എന്നുള്ളതാണ്. ഫൈൻ തവദ്ദഅ ഇൻഹല്ലത് ഉഖ്ദത്തുൻ, നീ വുദൂ ചെയ്താൽ അതിലൊരു കെട്ട് അഴിയുന്നതാണ്. ഇത്രയധികം വളരെ ശ്രേഷ്ഠതകളുള്ള ഈ വുദൂ ഞാൻ പലപ്പോഴും നിസ്സാരമായി കാണുന്ന, പല സന്ദർഭങ്ങളിലും വീണ്ടും എടുക്കാൻ മടിക്കുന്ന ഈ ചെറിയ കർമ്മം അത് നാളെ പരലോകത്തും അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ദുന്യാവിക ജീവിതത്തിലും അത് വളരെയേറെ പ്രാധാന്യം ലഭിക്കുന്ന ഒരു കർമ്മം കൂടിയാണ് എന്നുള്ളത് ആദ്യം മുൻകൂട്ടി കണ്ട് ഏറ്റവും നല്ല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച രീതിയിൽ വുദൂ ചെയ്യുവാനും അങ്ങനെ തങ്ങളുടെ ജീവിതത്തിലുള്ള പാപങ്ങൾ പൊറുക്കുവാനും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുമുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.